നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണായിട്ടായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് റൈഡർ വൈറ്റ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്, കുറേ കാലമായി നമ്മൾ ചെയ്തിട്ട്. സോ പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ. എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, അവർക്കുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ചിന്തിച്ചത്? ഓക്കെ, the Chariot, 10 of Swords, Ace of Pentacles. Something is related to commitment. Okay, let's check. Why here is Ace of Pentacles? Why here is Chariot? Thank you, universe. Six of Cups and 5 of Cups and bottom of the deck 2 of Swords. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജീസ്, എയർ സൈൻ. ദെൻ ഇവിടെ വന്നിട്ടുള്ളത് ജെമിനി, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ. പിന്നെ വന്നിട്ടുള്ളത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ. ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ. നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് 10, 5, 6, 8, 4. ഓക്കെ, 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഏപ്രിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, എഗെയിൻ മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ജനുവരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, അല്ലെങ്കിൽ ഈ ഒരു മന്ത്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടാവാം. ഓക്കെ, സോ എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഓവറോൾ എനർജീസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആണ്. നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആണ്, അൺഡിസൈഡഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്താ, ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അതൊരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ടുണ്ടായതായിരിക്കാം, അല്ല നിങ്ങളുടെ ഇടയിലുള്ള എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഫേസ്. അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് കാണുന്നത്. ഫ്രണ്ട് ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാവാം ഒരു പക്ഷേ. ഓക്കെ, എന്തായാലും ഈ ഒരു ടൈമിൽ ആ ഒരു വ്യക്തിയുടെ മെമ്മറീസ് നിങ്ങളെ ഇങ്ങനെ വന്നിട്ടെന്താ, നിങ്ങൾ സെപ്പറേഷൻ ഫേസിലായി, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തിയുടെ മെമ്മറീസ്, അല്ലെങ്കിൽ അവരുടെ ആ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻറ്റ്സ്, ആ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു ആ ഒരു മെമ്മറീസ് എപ്പോഴും നിങ്ങളെ വന്ന് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കറണ്ട് സിറ്റുവേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻസ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് പറയാം. ഓക്കെ, ചില സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ഒരാൾ മാരിഡ് ആയിരിക്കാം, ഒരാൾ സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരാൾ വിഡോ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടുപേരും തമ്മിൽ ഡിഫറൻസസ് ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു 2 സിറ്റുവേഷൻസിൽ ഇതിൽ എന്ത് ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ആയിരിക്കുന്ന സിറ്റുവേഷൻസിനെ ചൂസ് ചെയ്യുമോ അത് നിങ്ങളെ ചൂസ് ചെയ്യുമോ എന്നുള്ളൊരു എനർജീസിലും നിങ്ങളുടെ വ്യക്തി നിന്നിട്ടുണ്ടാവാം. ഓക്കെ, ഡയറക്റ്റ് ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ മൈൻഡിലും 24/7 നിങ്ങളുണ്ട്,
കാരണം ഇവർക്ക് നിങ്ങളുമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ ആ ഒരു സെയിം എനർജി തന്നെയാണ് ഇവർക്ക് കൂടെ ഉള്ളത്. നിങ്ങളുടെ ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ സ്റ്റിൽ ഈ ഒരു വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, നിങ്ങൾ നോ കോൺടാക്റ്റിലായിരിക്കാം 4 മാസമായിട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളുണ്ട്. ഇപ്പോഴും ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇത്ര കാര്യങ്ങളുണ്ട്, ഇത്രയും നാളായിട്ട് നിന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയുകയോ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ഈ ഒരു വ്യക്തി ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം പലപ്പോഴും നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ മിക്കപ്പോഴും കാണുന്ന എനർജീസ് എനിക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴായിരിക്കും എന്നും കാണുന്നുണ്ടാവുക ഈ ഒരു വ്യക്തിയിൽ. നിങ്ങൾ മിക്കവരും പലരും നേരിട്ട് എല്ലാ ദിവസവും ഫേസ് ടു ഫേസ് ഈ ഒരു വ്യക്തിയെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ചിലപ്പം ഉണ്ടായിട്ടുണ്ടാവാം, മീറ്റ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ. ഓക്കെ, ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഡെയിലി നിങ്ങൾ ഒരുമിച്ച് ഒരു ബസ്സിലായിരിക്കാം ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആ സ്പേസിൽ നിങ്ങൾക്ക് ഡെയിലി ഇവരെ ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട്, ആ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു വ്യക്തിയെ കാണാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ചില സിറ്റുവേഷൻസ് ആണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻസ് ആവണം എന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസ് മാത്രം നിങ്ങൾ എടുക്കുക. വൈ ഹിയർ ഈസ് ഏസ് ഓഫ് പെൻറ്റാക്കിൾസ് ഡിവൈൻ, വൈ ഹിയർ ഈസ് ഏസ് ഓഫ് പെൻറ്റാക്കിൾസ്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്, പക്ഷേ ഈ 2 കാർഡ്സ് നമുക്ക് വേണ്ട. ലേസിനെസ്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് വല്ലാത്തൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, കമ്മിറ്റ്മെൻറ്റ് തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനുമായിട്ടൊരു കമ്മിറ്റഡ് ആയിട്ടിരിക്കുമോ, ഒന്നും തന്നെ ഈ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടാവില്ല. ഇവരുടെ ആക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡിലുള്ള ഒരു തോട്ട്സ് മാത്രമല്ലാതെ ഇവർക്ക് റിഗ്രഷനുണ്ട്, നിങ്ങളോട് ചെയ്ത കാര്യത്തിന് റിഗ്രഷനുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി പോയല്ലോ, അതിലൊരു സ്റ്റെബിലിറ്റി ഇല്ലാതായി പോയല്ലോ, ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ഇല്ലാണ്ടായി പോയല്ലോ എന്നുള്ള രീതിക്കൊക്കെ ഈ ഒരു വ്യക്തിക്ക് അറിയാം. അപ്പം ഒരു കാര്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളതിൽ ആക്ഷൻ എടുക്കുക വേണ്ടത്. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുകയാണ്. അതായത് അയ്യോ അത് പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക് അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു എനർജിയിലാണ്. അതെന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. നമ്മളത് പോവാതെ നോക്കുക എന്നുള്ളത് ഒരു ആക്ഷൻ വേസ് ആണ്. പക്ഷേ അത് ആക്ഷൻ എടുക്കാതെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു റിഗ്രഷനിൽ നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരു ഹോപ്പ് ഇല്ല, ഒരു പ്രതീക്ഷയില്ല ഈ റിലേഷന്. ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു കണക്ഷനെ സേവ് ചെയ്യാനായിട്ട്, ഒന്നും തന്നെ ഈ ഒരു വ്യക്തി ചെയ്യുന്നില്ല തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം റീഡിങ്സിൽ നമ്മളൊരിക്കലും ഷുഗർ കോട്ട് റീഡിങ്സ് എന്തായാലും പറയില്ല വ്യൂ കൂടാൻ വേണ്ടിയിട്ട്. എന്തായാലും കാർഡ്സിൽ ഈ ഒരു കാര്യമാണ് വരുന്നുള്ളത്. അപ്പം നല്ല പക്ഷേ ഓൾറെഡി അങ്ങനെ അല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണമെങ്കിൽ എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോപ്പ് ഉണ്ട്. നിങ്ങൾ അത്രയ്ക്കും അങ്ങ് എന്താ പറയുക, നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു അർത്ഥത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കൂടെ ഉള്ള ആ ഒരു ടൈമിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളിൽ ഉള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. അവരുടെ കണ്ണ് മറ്റു പല സ്ഥലങ്ങളിലുമാണ്, അതർ ഓപ്ഷൻസിലാണ്, അല്ല അതർ ആയിട്ടുള്ള സിറ്റുവേഷൻസുകളിലാണ്, അല്ല സിറ്റുവേഷൻഷിപ്സുകളിലാണ്. അല്ലാതെ ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങൾ എന്നുള്ള ഒരു എനർജിയിൽ മാത്രം നിന്നിട്ടില്ല എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. വൈ ഹിയർ ഈസ് 10 ഓഫ് സോർഡ്സ് ഡിവൈൻ. ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻഡിങ്സ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇവർക്കത് ചില സമയത്ത് ഇവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും, ഇവർക്കത് മനസ്സിലാകും. ലൈക്ക് ഞാൻ ആ ഒരു റിലേഷനിൽ എഫോർട്ട് എടുത്തിട്ടില്ല, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതിരുന്നത് മൂലമാണ് ഈ റിലേഷൻ ഇല്ലാണ്ടായി പോയത് എന്നുള്ളൊരു തോട്ട്സ് ചില സമയത്ത് ഈ ഒരു വ്യക്തിയെ ഹോണ്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആൾക്ക് റിഗ്രഷൻ ഉണ്ട്. പക്ഷേ റിഗ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റിഗ്രഷൻ ചെയ്തുകൊണ്ടിരിക്കാതെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം. അപ്പോഴാണ് എന്ത് കാര്യങ്ങൾ നമ്മൾ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്. അത് തിരുത്താൻ ശ്രമിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു റിഗ്രഷൻ ഒരു മീനിങ് ഇല്ല. നല്ല രീതിക്ക് സ്ട്രെസ്സാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അതുപോലെ സ്ട്രെസ്സിലും കാര്യത്തിലുമാണ് ഈ ഒരു വ്യക്തി. കാരണം ഇവരുടെ ലൈഫിൽ ഒരു മേജർ ബ്രേക്ക് ത്രൂ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ അത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം, എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എഗെയിൻ വീണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഈ ഒരു എനർജി നല്ല സ്ട്രെസ്സാണ് ഈ ഒരു വ്യക്തിക്ക്. നിങ്ങളെന്നുള്ളൊരു വ്യക്തി ലൈഫിൽ ഇവരുടെ ലൈഫിൽ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് നല്ല രീതിക്ക് സ്ട്രെസ്സാണ്. ഇവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്ന കാര്യം ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം, ഇവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താണ് അവർ എക്സാക്റ്റ് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് ഇവർ നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു മേജർ ബ്രേക്ക് ത്രൂ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേജർ ബ്രേക്ക് ത്രൂ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. റീബർത്ത് ഇപ്പമുള്ള ഒരു പക്ഷേ ഇതൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആയിരിക്കാം. നിങ്ങളുടെ റിലേഷനിൽ ഈ ഒരു ഡിവൈനായിട്ട് നിങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാടും സങ്കടവും ഒക്കെ കണ്ടിട്ട് ഡിവൈൻ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുന്നതാവാം ഒരു പക്ഷേ. അപ്പം ഈ ഒരു റിലേഷനിൽ ഒരു റീബർത്തിന് വേണ്ടിയിട്ടുള്ളൊരു ട്രൈ ഈ ഒരു വ്യക്തി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഇടയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ തിരുത്തി നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന ഈ ഒരു വ്യക്തിയുടെ ഒരു ഡിസയറാണ്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ വർക്ക്സിൻ്റെ ഫലമായിരിക്കാം ഒരു പക്ഷേ ഇത് ഇപ്പം ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവേക്കനിങ് അല്ലെങ്കിൽ ഇവരിലുണ്ടായിരിക്കുന്ന ആ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ഇന്നർ വർക്ക്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ആയതിൻ്റെ ഫലമായിരിക്കാം. സോ ഈ ഒരു കണക്ഷൻ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു മൊറാലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ആ ഒരു എനർജി അത് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും ആൾ ചിന്തിക്കുന്നുണ്ട്, ശരിക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ നല്ലതും ചീത്തയായിട്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ആളെ സംബന്ധിച്ചിടത്തോളം ഒരു അബണ്ടൻസ് ആണ്. നമ്മൾ പറയത്തില്ലേ, ചില ആളുകളുണ്ട് എഫോർട്ട് ഒന്നും എടുക്കത്തില്ല, പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. എന്ന് പറഞ്ഞോളാം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നല്ലൊരു എല്ലാ തരത്തിലും ഇവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്, ലവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ എന്നാലും ഒരു വ്യക്തിക്കും ഒരു നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴും സംശയിക്കുന്ന ഒരു വ്യക്തിയാവാം, നിങ്ങൾക്ക് ഇവരെ വിശ്വാസം ഉണ്ടാവില്ല. എല്ലാവരുടെയും കേസല്ല, ചിലരുടെ കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തി ചെയ്താലും നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. എപ്പോഴും ഈ പുള്ളി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അവരെ വിശ്വസിച്ച് കൊള്ളാൻ വയ്യാത്തൊരവസ്ഥയുണ്ടാവാം. അപ്പം എല്ലാവർക്കും ഒരു പോസിറ്റീവും നെഗറ്റീവും സൈഡിലുണ്ട് എന്ന് പറഞ്ഞോളൂ. ഈ റിലേഷൻ്റെയും നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയുടെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ ഈ ഒരു വ്യക്തി നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് ഈ ഒരു ടൈമിൽ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഈ ഒരു റിലേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഗിൽട്ട് ഉണ്ട്. ഇവർ ചെയ്തു പോയ കാര്യത്തിന് ഒരു ഗിൽറ്റ് ഉണ്ട്. അപ്പം ആ ഒരു അവർ ചെയ്തിട്ടുള്ള തെറ്റ് തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു ചേഞ്ച് വരാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എനർജി ഷിഫ്റ്റ് വരുന്നത് നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തിക്കൊരു ചേഞ്ചസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചേസ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവർക്ക് ഇത്രയും ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതർവൈസ് നോട്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ചേഞ്ചസും വരില്ല. കമ്പാരിസൺ ഓൾറെഡി ഞാൻ പറഞ്ഞു, ചാരിയറ്റിൻ്റെ കാർഡിൻ്റെ കൂടെ തന്നെയാണ് കമ്പാരിസൺ വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പാരിസൻ്റെ എനർജീസ് ഡിഫറൻസസിനെയാണ് കാണിക്കുന്നത്. പലപ്പോഴും നിങ്ങളെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ ഇവരുടെ ലൈഫിലാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസ് ഞാൻ സ്റ്റാർട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങളെപ്പോലെ നല്ലൊരു ഫ്രണ്ടിനെ ഈ ഒരു വ്യക്തിക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളായിരിക്കും ഇവരുടെ ലൈഫിൽ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സൗർ എനർജീസ് അല്ലെങ്കിൽ ഓൾറെഡി എനിക്കിവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നതിനുപരി ഈ ഒരു മിസ്സിങ് എനർജീസാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം ചില ആളുകളുണ്ടല്ലോ, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നതിനൊക്കെ ഒരു ഉപരി അവിടെ ഒരു മിസ്സിങ് എനർജീസാണ് എനിക്കിവിടെ. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സ് ഇവർ തേർഡ് പാർട്ടിയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അവരെ എങ്ങനെ കെയർ ചെയ്തോ അതുപോലെ ഒരു തേർഡ് പാർട്ടി ഇവരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും പഴയ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് ആഗ്രഹിക്കുക. അത്രമാത്രം ഒരു ഐസൊലേഷൻ ഫേസിലാണ് ഉള്ളത്. ഇവർക്ക് ആ ഒരു റിഗ്രഷനുണ്ട്. ആ ഒരു റിഗ്രഷനുള്ള സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്, ഇവരുടെ ഒരു മെയിൻ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഡിപ്രഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നും ചെയ്യില്ല. അനങ്ങാതെ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ടാവും, ഫുഡ് കഴിക്കുന്നുണ്ടാവും, മറ്റുള്ള കാര്യങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവും ആൾ. അപ്പോൾ ആ സെൽഫ് ലവിൻ്റെ എനർജീസിലാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഉള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ആളുടെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു, കുറച്ച് മൈൻഡിനെ ഫ്രീ ആക്കാൻ ട്രാവൽ ചെയ്യുന്നു, അടിച്ചു പൊളിച്ച് നടക്കുന്നു കൂട്ടുകാരും ഒക്കെ ആയിട്ട്. കാരണം മൈൻഡ് ഒന്ന് ഫ്രീ ആവണം. ഇപ്പം പൊതുവേ
എന്താ പറയുക, എല്ലാ കാര്യങ്ങളും മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞു പോകാനായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ട്രാവൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞ പോലെ ഒത്തിരി അധികം ഒഴിവ് സമയങ്ങളിൽ ഈ ഒരു വ്യക്തി ഇവർക്ക് ഫ്രീ ആവുന്ന ആ ഒരു ടൈമിൽ ഇവരെ തന്നെ കൂട്ടുകാരുടെ കൂടെയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ജോലികളെല്ലാം ചെയ്ത് വേറെ പല കാര്യങ്ങളും മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്ത് നിങ്ങളായിട്ടുള്ള നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ഗിൽട്ട് അത് മറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു റിക്കവർ ആവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു മനസ്സാക്ഷി കുത്തെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് മെസ്സേജസ് നോക്കാം. നിങ്ങളുടെ വ്യക്തി എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് മെസ്സേജസ് ആണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഗീവ് മീ 2 cards. You look deep into my eyes. You are funny and you love me. ഇവർ വളരെയധികം ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഇവരെ ഹാപ്പി ആക്കി വെച്ചിട്ടുണ്ടാവാം, കോമഡീസ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം നിങ്ങൾ എപ്പോഴും ഒരു ഹാപ്പി സോളായിരിക്കാം, പോസിറ്റീവ് സോളായിരിക്കാം. സോ ആ ഒരു എനർജി ഇവർക്ക് ഇഷ്ടമാണ് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. നിങ്ങളിവരെ ഒത്തിരി അധികം സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആരും ഒരു വ്യക്തികളും ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. സോ അപ്പം ഈ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. താങ്ക് യു.